കാർഗിലിൽ ഇന്ത്യൻ സൈന്യം നേടിയ ഐതിഹാസിക പോരാട്ട വിജയത്തിന്റെ 26ാം വാർഷിക ദിനം ഇന്ന്. 1999-ൽ കാർഗിലിൽ അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തിയ ഇന്ത്യയുടെ വിജയം ഓർമ്മപ്പെടുത്തുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. റിപ്പോർട്ട് കാണാം. 1999 മെയ് 3-നാണ് കാർഗിൽ സെക്ടറിലെ ബട്ടാലിക് മേഖലയിൽ ചില നുഴഞ്ഞുകയറ്റങ്ങൾ നടക്കുന്നതായി ഈ പ്രദേശത്തെ ആട്ടിടയന്മാർ ഇന്ത്യൻ പട്ടാളത്തെ അറിയിച്ചത്. തുടർന്ന് ക്യാപ്റ്റൻ സൗരവ് കാലിയയുടെ നേതൃത്വത്തിൽ 5-അംഗ സംഘത്തെ സേന പരിശോധനയ്ക്കായി അയച്ചു. ആ 5 ജവാന്മാരും മടങ്ങി വന്നില്ല. ഇതോടെയാണ് കാർഗിൽ മലനിരകളിൽ നടക്കുന്നത് കേവലം തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റമല്ലെന്ന് തിരിച്ചറിഞ്ഞത്. സംഭവത്തിന്റെ ഗൌരവം തിരിച്ചറിഞ്ഞ ഉടനെ കശ്മീർ താഴ്വരയിൽ നിന്ന് ഇന്ത്യൻ സേന സർവ്വസന്നാഹങ്ങളുമായി കാർഗിലിലേക്ക് നീങ്ങി. മലമുകളിലിരുന്ന് ശത്രുസൈന്യം ഉന്നം വെച്ചത് ദേശീയപാത 1D ആയിരുന്നു. പിന്നീട് 74 നാളുകൾ 12,000 അടിമുകളിൽ ഇന്ത്യൻ സേന ധീരമായി പോരാടി. ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ട കരസേനാ നീക്കത്തോടൊപ്പം ഓപ്പറേഷൻ മേഘദൂതുമായി വ്യോമസേനയും യുദ്ധത്തിന് നേതൃത്വം നൽകി. മലമുകളിലെ പ്രകൃതിദത്ത മറയ്ക്കുള്ളിലിരുന്ന് പോരാടിയ ശത്രുവിനോടുള്ള യുദ്ധം ഇന്ത്യൻ സേനയ്ക്ക് എളുപ്പമായിരുന്നില്ല. ഒടുവിൽ 1999 ജൂലൈ 3-ന് ഇന്ത്യൻ സേന ടൈഗർ ഹിൽസ് പിടിച്ചെടുത്തു. അവസാന പാക് നുഴഞ്ഞുകയറ്റക്കാരനെയും ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്തിയ ശേഷം ജൂലൈ 26-ന് കാർഗിൽ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 500-ലേറെ ധീര സൈനികരാണ് കാർഗിലിൽ രാജ്യത്തിനായി ജീവൻ നൽകിയത്. അതിൽ മലയാളികളായ ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ, ക്യാപ്റ്റന്മാരായ ജെറി പ്രേംരാജ്, PV വിക്രം തുടങ്ങി നിരവധി പേരുണ്ടായിരുന്നു. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഓരോ കാർഗിൽ വിജയദിനവും കടന്നുപോകുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.